ആദ്യമൊക്കെ നോട്ട് പുസ്തകത്തിൽ മുഴുവൻ എഴുതിയാ വരാറ്. പിന്നെ മനസ്സിലായത് മുഴുവൻ എഴുതി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് നോട്ട് മതി. നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ മറച്ചു നോക്കും, എവിടെ ഇത് എഴുതി വെച്ചെന്ന് അറിയാത്ത പ്രശ്നം. ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ചർച്ചയുടെ വിഷയത്തിന് ആവശ്യമില്ലാത്തത് എല്ലാം കണ്ടമാനം എഴുതി പേപ്പറിൽ വെച്ച് 4 പേപ്പറൊക്കെ വെച്ച് പറ്റുകയാണെങ്കിൽ ഒരു മൊബൈലൊക്കെ വെച്ച് എല്ലാം വെച്ചിട്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളെ പേപ്പറിലോ മൊബൈൽ എവിടെയും കാണാത്ത ചോദ്യമായിരുന്നു. എനിക്കൊന്നു ആർഷോയും PK നവാസും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെയുള്ള ഒരു ടീം, ഈ ചെറുപ്പക്കാരുടെ സമയം, അത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്വപ്ന പാനലാണ്. അതേപോലെ വസീഫ്, സനോജ്, അല്ലെങ്കിൽ അരുൺകുമാർ, ഗോപാലകൃഷ്ണൻ. അപ്പോൾ സജീഷേ, വീട്ടിലേക്ക് വന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സജീഷിൻ്റെ അമ്മയുണ്ടല്ലോ, നല്ല കുക്കാ സജീഷും. നല്ല കുക്കാ മാത്രമല്ല, ഞാനൊരു ദിവസം സതീഷിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു പേരാമ്പ്രയിൽ നിന്ന്. DYFI ഓഫീസിൽ ആ പാവത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടല്ലേ? അല്ല, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ തിരുവനന്തപുരത്ത് നല്ല ഭക്ഷണം കേട്ടോ. അതെ അതെ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടിയും എരിവൊക്കെ കൂടുതലുള്ള ഭക്ഷണം, സ്പൈസിയാണ്. അതുകൊണ്ട് SFI ഓഫീസിൽ നിന്ന് ആരംഭിച്ചാണ് ഭക്ഷണം സ്വയം ഉണ്ടാക്കാൻ വേണ്ടി. അവിടെ ഓഫീസിൽ സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ നമ്മളും കൂടി ചേർന്ന് നിൽക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടുന്ന സമയത്ത് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും എല്ലാവരും. ഓണത്തിന് എങ്ങനെ വീട്ടിൽ തന്നെ ആയിരിക്കുമോ പൊതുവേ? ഈ അമ്പയത്തിനൊക്കെ പോയിട്ടുണ്ടോ? പേരാമ്പ്രയിലെ അമ്പയത്തിനൊക്കെ പോയി. അറിയാമോ ആ പരിപാടി? കളി അറിയാമോ? കളി അറിയില്ല, കാണാൻ പക്ഷെ അറിയാം പേരാമ്പ്ര അമ്പയത്ത്. അറിയാം, അതൊരു പ്രധാനപ്പെട്ട ഈ പ്രാവശ്യം പോലും ഉണ്ടായിരുന്നു. പിന്നെ ഹോബി മറ്റേ ഇതല്ല, കവിത എഴുതുന്നതാണ്. കവിത എഴുതുന്നതാണോ? കവിത വേണം. ഇപ്പൊ അടുത്ത കാലത്ത് എഴുതിയ കവിത ഏതാ? സിനിമയിൽ പാട്ട് എഴുതാ. അതിനുവേണ്ടി ഇങ്ങനെ സജീഷിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോഴേ, സജീഷിന്റെ വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് സജീഷിന്റെ വീടിന് മുന്നിൽ ഒരു മിനി സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഒരു പ്രസംഗ വീടുണ്ട്. പ്രസംഗ വീടുണ്ട്. ഈ ഡാറ്റയൊക്കെ അവിടെ വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന സമയത്ത് മറിച്ച് നോക്കിയിട്ട് ടെക്കെന്ന് പറയാം, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ ചിലതൊക്കെ. പണ്ട് മൈക്ക് സെറ്റ് വാങ്ങി വെക്കാൻ വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല ഒന്നാന്തരം കൂർക്ക വെച്ച് എന്തായിരുന്നു തന്നത്? നല്ല ഭക്ഷണം, ചിക്കൻ കറി അല്ലേ? നല്ല ഗംഭീര ചിക്കൻ കറി. പേരാമ്പ്ര പോയ രാഹുൽ ഒന്ന് പോയാൽ കഴിക്കണം കേട്ടോ. നല്ല ഗംഭീര ഭക്ഷണമാണ്. കൂർക്ക ഇട്ടിട്ടുള്ള കറി, സ്പെഷ്യൽ കറിയാ. അമ്മയുടെ സ്പെഷ്യൽ. ആ കറിയുടെ രുചി ഇപ്പോഴും പോകുന്നില്ല. അമ്മേ താങ്ക്സ്. അപ്പൊ പറഞ്ഞു. അല്ല, എനിക്ക് വീട്ടിൽ നിങ്ങളിത് 2 പ്രാവശ്യം പറഞ്ഞേ, വീട്ടിലെ അമ്മേന്റെ അടുത്തൊക്കെ ഇപ്പം വലിയ അംഗീകാരമായി. ആണോ? വൈകി എത്തിയാലൊക്കെ കൃത്യമായി ഭക്ഷണം കിട്ടുന്ന അവസ്ഥയിലേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓണത്തിന് പൊതുവെ എന്തൊക്കെയാ വിഭവങ്ങള്? ഓണത്തിന് വീട്ടിൽ തന്നെയായിരിക്കും. വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും, പിന്നെ സഹോദരിയുണ്ട്, സഹോദരി വരും. അങ്ങനെ ഓണത്തിന് പൊതുവെ വീട്ടിൽ നിൽക്കാനാണ് ആഗ്രഹിക്കാറുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ സുഹൃത്തുക്കളെയൊക്കെ വീട്ടിൽ പോവുകയും ചെയ്യും.